പാലക്കാട് കല്ലേക്കാട് പൊടിപ്പാറയിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടി. BJP പ്രവർത്തകനായ സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും സ്ഫോടക വസ്തു ശേഖരവും പിടികൂടിയത്. മുത്താൻതറയിലെ വ്യാസവിദ്യാപീഠം സ്കൂളിൽ നടന്ന സ്ഫോടന കേസിലാണ് സുരേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പൊടിപ്പാറയിലെ സുരേഷിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കളും 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററുമാണ് പിടികൂടിയത്. സുരേഷ് ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുരേഷ് സജീവ BJP പ്രവർത്തകനാണെന്ന് CPM ആരോപിച്ചു. വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസ് വഴിതിരിച്ചുവിടാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. RSSന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ BJPയുടെ ഉന്നത നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞു. ഇത് മാത്രമാവില്ല, ഇതിന്റെ പിന്നിലുള്ള വലിയ വമ്പന്മാരെ കൂടി പോലീസ് അന്വേഷിച്ച് പിടിച്ച് ജനമധ്യത്തിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ വീണ്ടും പലവഴി ഇനി റെയ്ഡ് നടത്തണം. ഇപ്പോൾ ഈ പിടിച്ചവന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും കണ്ടത്. ഇത് എത്രയോ പിടിക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ട്. സുരേഷിന് BJPയുമായി ബന്ധമില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ വ്യക്തമാക്കി. പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷിന് ഞങ്ങളുടെ പ്രസ്ഥാനവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. സുരേഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നേരത്തെ സ്കൂളിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നുള്ളൂ. മൂത്താൻതറയിലെ സ്ഫോടനവുമായി സുരേഷിനുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിലെ വ്യക്തമാകൂവെന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അറിയിച്ചു. മീഡിയ 1 പാലക്കാട്.